വാർത്തകൾ വിശദമായി. 3.5 വയസ്സുകാരിയായ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയെ മുഴുക്കുളം പാലത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസിനോട് അമ്മ പറഞ്ഞു. പ്രതിയുടെ മുഖം കാണിക്കണമെന്ന പ്രദേശവാസികളുടെ ആക്രോശത്തിനിടെയായിരുന്നു പോലീസിന്റെ തെളിവെടുപ്പ്. വൈകാരികമായാണ് നാട്ടുകാർ പോലീസിനോട് പെരുമാറിയത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി. 10 മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത്. കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നാട്ടുകാർ അടക്കം 100ഓളം പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. അതേസമയം കുട്ടി ക്രൂരപീഡനമേറ്റ വിവരം അറിയില്ലെന്നാണ് കസ്റ്റഡിയിലുള്ള അമ്മയുടെ മൊഴി. എന്നാൽ ഇക്കാര്യം കുട്ടി അമ്മയോട് പറഞ്ഞിരുന്നെന്നും അതറിഞ്ഞ് അവർ തന്നെ തല്ലിയിരുന്നെന്നുമാണ് കുട്ടിയുടെ ബന്ധു കൂടിയായ പ്രതിയുടെ മൊഴി. 1 വർഷത്തിലേറെയായി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അത് അമ്മ അറിഞ്ഞില്ലെന്നത് പോലീസിന് വിശ്വസനീയമല്ല. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം ഭർത്തൃവീട്ടിൽ നിരന്തരം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നതായും മക്കളെ പോലും തന്നിൽ നിന്ന് അകറ്റി നിർത്തിയെന്നും ഇത് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. കൊലപാതകം നടന്നതിന് 1 ദിവസത്തിന് മുൻപ് വരെ കുട്ടി പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പീഡനം നടന്നത് വീട്ടിനുള്ളിൽ വെച്ച് തന്നെയാണെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ച വിവരങ്ങളാണ് നിർണായക വഴിത്തിരിവായത്. മറ്റ് തെളിവുകളും ലഭിച്ചെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ പ്രതി പൊട്ടിക്കരഞ്ഞുവെന്നും കുറ്റം സമ്മതിച്ചെന്നും പോലീസ് അറിയിച്ചു. പോക്സോ, ബാലനിധി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്ന പ്രതി സമ്മതിക്കുകയായിരുന്നു. കുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് പോക്സോ കുറ്റം ചുമത്തി പുത്തൻകുരിശ് പോലീസ് പിടികൂടിയത്. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിലെത്തി നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചു.